ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ രാവിലെ ഇതാ തകർത്തൊരു ചായ ഇട്ടങ്ങ് കുടിക്കാമെന്ന് ചോദിച്ചു. ഞാൻ രാവിലെ കഞ്ഞിക്കൊക്കെ വെളിയിൽ അടുപ്പിലിട്ട് കേട്ടോ. അത് കഴിഞ്ഞത് ആ കിഴങ്ങ് കറിക്ക് വേണ്ടി കിഴങ്ങ് അടുപ്പിലൊക്കെ വെച്ചപ്പോൾ ചായ കുടിക്കണമെന്ന് തോന്നി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണമെന്നുള്ളൊരു ചെറിയ തോന്നൽ അത്ര നല്ല സ്വഭാവമല്ല. ചായ കൂടി നിർത്തി വെച്ച ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണത്. ഇങ്ങനെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ട് കുറച്ച് ദിവസമായല്ലോ ഇല്ലേ കണ്ടിട്ട്. എനിക്കൊരു മടി എന്നും വീഡിയോ ഇടുമ്പോൾ ഒരു എന്തിനാണെന്ന് വിചാരിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഇടാതിരിക്കണത് കേട്ടോ. ഇനി പറ്റുമെന്നുള്ള ദിവസങ്ങളിലൊക്കെ ഇടാം, നോക്കാം. മനസ്സിൻ്റെ കടുപ്പം പോലെ ഇരിക്കും. അങ്ങനെ ഇതാ കഞ്ഞിക്കൊക്കെ അടുപ്പിട്ട് കഴിഞ്ഞു, ചായ ഇട്ട് കുടിച്ചു. ഇന്ന് വേറെ വിശേഷിച്ചു ഒന്നുമില്ല കേട്ടോ. മകരവിളക്ക് വരെ മീൻ വയ്ക്കണ പരിപാടിയില്ല. മകരവിളക്ക് കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി മീൻ കറി വയ്ക്കുകയുള്ളൂ. അങ്ങനെ ഇതാ രാവിലെ കിഴങ്ങ് കറിയൊക്കെ റെഡിയായി ദോശയ്ക്ക് വേണ്ടി. പിന്നെ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, വറുത്തരച്ച് തീയലങ്ങ് വയ്ക്കാം. അതിലേക്ക് വേണ്ടി ഇതാ വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ. സവാള ഇട്ട് തീയൽ വയ്ക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല, ടേസ്റ്റും ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി എല്ലാം ഇട്ട് തേങ്ങയും പുളിയും എല്ലാം എന്താ വറക്കണുണ്ട്. അതെല്ലാം വറുത്ത് റെഡിയാക്കി ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നല്ല കുറുകിയ കറി റെഡിയായി. അത് കഴിഞ്ഞത് ഒരു മീനില്ലാത്ത മീൻ കറിക്ക് വേണ്ടി അരച്ച് കലക്കി, അത് വേറെ ഒന്നുമില്ല, മുരിങ്ങക്കായ ഒന്നുമില്ല, അതൊക്കെ റെഡിയാക്കി വെച്ചു. ഈ കല്ല് ഞാനിപ്പം വാങ്ങിച്ചതാണ്, കല്ല് സൂപ്പർ കല്ലാണ്. ഈ കല്ല് പഴക്കിയെടുക്കുന്നത് ഞാൻ കാണിക്കണുണ്ട്, നിങ്ങളെല്ലാവരും അതൊന്ന് കാണണം കേട്ടോ. അങ്ങനെ മീനില്ലാത്ത മീൻകറി ഏകദേശം റെഡിയായി. സൂപ്പർ അടിപൊളിയാണ്, മീനിൻ്റെ ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് ദോശ ഇളകി വരണുണ്ട്. നല്ല ഇരുമ്പിച്ചായിട്ട് ഞാൻ കൊല്ലം കാട്ടിൽ മേഘ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയാമോ, ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മളെ കഞ്ഞിവെള്ളം, ഇന്ന് വടിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു 3 ദിവസം ഇതേപടി അങ്ങ് വച്ചിരിക്കണം. അനക്കേ ചെയ്യരുത്, അനക്കാനോ എടുക്കാനോ ഒന്നും പോണ്ട. ഈ കഞ്ഞിവെള്ളം 3 ദിവസം കൊണ്ട് ഇതിലുള്ള ഇരുമ്പിൻ്റെ അംശങ്ങളെല്ലാം ഇളകും. ഇപ്പോൾ പണ്ടത്തെ പോലെ ഉഴുന്നതോടൊന്നും പാരി വെച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ 3 ദിവസം ആയപ്പോഴേക്കും ഈ പരുവമായിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നിനി കഴുകി റെഡിയാക്കി എടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഇരുമ്പിൻ്റെ ഊറലെല്ലാം ഇളകി പോവും. അതിനുശേഷം നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിനെ തടവി അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. നമ്മൾ കൊടി അടുപ്പങ്ങ് വെച്ചിരുന്നത് അവിടെ ഇത് ചൂടാവും. പിറ്റേ ദിവസം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തതാണ് ദോശ. അത് കഴിഞ്ഞ് ഇന്നൊരു വനിതകളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലേക്ക് കൊണ്ട് വന്നു കാരക്കോണം വരെ പോയിരുന്നു. അവിടെ നിന്ന് ഇത് കാരക്കോണം മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഡാൻസാണ്. അവർ ഡോക്ടർ പഠിക്കുന്ന പിള്ളേരാണ്. അങ്ങനെ ആ പ്രോഗ്രാമിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറച്ച് അധ്യാപകരുടെ ഒരു ചെറിയ പാട്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. തമ്പുരാനെത്തിടും മുൻപ് കരിഞ്ഞാടും കോര പറിച്ചാട്ടേ, താരകപ്പെടാടേ കതിരാടും ഇടിയാടേ. തമ്പുരാനെത്തിടും മുൻപ് കരിഞ്ഞാടും കോര പറിച്ചാട്ടെ, തക തക താത്തിനന്തകത്തെയ്താരോ, തകതിനന്തകത്തെയ്താരോ, താത്തിനന്ത. ഇത് നമ്മളിവിടുത്തെ ഒരു രാജ്ഞിയാണ് കേട്ടോ അവിടെ ഇരുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. സുമോദേ, ഞാനിന്ന് സുഖമാണല്ലോ ഇല്ലേ? ഇന്ന് ഗീത ചേച്ചി, ലളിത ചേച്ചി കണ്ടിട്ട് മെസ്സേജ് അയക്കണേ. അതുപോലെ മഹേഷിന് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. കുറച്ച് തിരക്കുകൾ കാരണം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടക്കില്ലായിരുന്നു. വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.